ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൗതം സാർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഗൗതം ജോഷ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് C++ വെബ് സീരീസ് എപ്പിസോഡ് 1 ആണ്. അപ്പോൾ നമ്മൾ ഇനി തൊട്ട് C++ൻ്റെ പ്രോഗ്രാം വീഡിയോസാണ് നമ്മളിന്ന് +1 ഇടാൻ വേണ്ടി പോകുന്നത്. +1 കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നവർക്ക് എന്താണ് വളരെ പ്രധാനപ്പെട്ട ലാംഗ്വേജാണ് C++. ബാക്കിയെല്ലാം തിയറിയാണ്. പിന്നെ അൽഗോരിതം ഉണ്ട്. അൽഗോരിതം ഞാൻ എടുക്കുന്നില്ല. ഞാൻ C++ പ്രോഗ്രാമിംഗ് മാത്രമാണ് ഞാൻ എടുക്കുന്നത് ഇവിടെ. അപ്പോൾ എപ്പിസോഡ് 1 ആണ് ഗൈസ്. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കിടക്കുന്ന ബെല്ലേക്കിനും കൂടെ ജസ്റ്റ് ഒന്ന് തട്ടിച്ചടിച്ച് പൊട്ടിക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. അപ്പോൾ ഈ C++ ചെയ്യുമ്പോൾ നിങ്ങൾ +1 നോട്ട് എഴുതും, പക്ഷേ +2 C++ പഠിക്കുകയില്ല. പക്ഷേ റെക്കോർഡ് എഴുതാണ്ട് ലാബും ചെയ്യാറുണ്ട്. പക്ഷേ ലാബ് ചെയ്യണമെന്ന് പറയുമ്പോൾ ജീനിയിലാണ് ചെയ്യണം. ഓക്കെ, ജീനിയിൽ. അപ്പോൾ ജീനി നമുക്ക് എങ്ങനെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം? നിങ്ങൾക്ക് സ്വന്തമായിട്ട് PC ഉണ്ടെങ്കിൽ PCയിൽ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്ത് പഠിക്കാം. ഇപ്പോഴേ +1 സൂപ്പറായിട്ട് പഠിച്ചാൽ പിന്നെ നോക്കണ്ട കേട്ടോ. C++ സൂപ്പറായിട്ട് ലോജിക്ക് ആയിട്ട് നമുക്ക് സെറ്റായി നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മളാദ്യം നിങ്ങളുടെ ബ്രൗസിങ് എടുക്കുക. എൻ്റെ ബ്രൗസിങ് ബ്രേവാണ്. ജസ്റ്റ് ഒന്ന് ഇവിടെ കയറിയിട്ട് ജീനി അടിക്കുക. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, അത് പോയി റെക്കോർഡായില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ജീനി, ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ജീനിയിൽ Windows 64 ബിറ്റ് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്യേണ്ട ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണിക്കുന്നുണ്ട്, ക്യാൻസൽ ചെയ്യണം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതിന് കമ്പൈൽ ചെയ്യാനായിട്ട്, ജീനിക്ക് കമ്പൈൽ ചെയ്യാൻ എനിക്കെന്തോ എററുണ്ട്. അതിന് കമ്പൈൽ ചെയ്യാനായിട്ട് TDM GCC അതും ജസ്റ്റ് ഒന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇതും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്കത് വരും. എന്നാലും ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടെ. ഡൗൺലോഡ് ചെയ്തത് TDM GCC ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണേ. ജസ്റ്റ് ഒന്ന് TDM ഇൻസ്റ്റാൾ ആക്കണം. സാധാരണ ഇൻസ്റ്റാൾ ആക്കണ പോലെ ഇൻസ്റ്റാൾ ആക്കിയാൽ മതി. എന്നാലും ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തിട്ട് എവിടെ ഓക്കെ യെസ് കൊടുക്കുക. യെസ് കൊടുത്തിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ഞാൻ ഇവിടെ നേരെ നെക്സ്റ്റ് അടിച്ചു അത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ജീനി ഓപ്പൺ ചെയ്യാം. ജീനി ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിടക്കണേ, അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കും അൺടൈറ്റിൽഡ് പുതിയ പേജ് വന്ന് കിടക്കും. അപ്പോൾ C++ൻ്റെ എക്സ്റ്റൻഷൻ ഫയൽ എന്ന് പറയുമ്പോൾ .cpp ആണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെങ്കിലും സേവ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്യാൻ പോവുക. ഓക്കെ, .cpp ഫയലാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് എടുക്കാൻ ഞാൻ വിചാരിക്കുന്നു പറയുമ്പം ഓരോരോ ലൂപ്പായിട്ട് എടുക്കാൻ വേണ്ടിയാണ് എടുക്കുക. നമുക്ക് C++ൽ കുറേ ലൂപ്പുണ്ട്. ഇഫ് ലൂപ്പുണ്ട്, എൽസ് ഇഫ് ലാഡറുണ്ട്, നെസ്റ്റഡ് ഇഫ് ഉണ്ട്, ഡൂ ഉണ്ട്, വൈലുണ്ട്, ഫോർ ഉണ്ട്, അങ്ങനെ കുറേ ലൂപ്പുണ്ട്. അപ്പം ഈ ഓരോ ലൂപ്പിനും ഓരോ എപ്പിസോഡായിട്ടാണ് ഞാൻ ഇറക്കാൻ വേണ്ടി നിൽക്കണേ. നിങ്ങളുടെ കട്ട സപ്പോർട്ട് കാണണം. ഓക്കെ, +1 എല്ലാ കുട്ടിയേക്കും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം. സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് അടിക്കുക. വല്ല ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രോഗ്രാം ഇവിടെ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ C++ലെ ഹെഡർ ഫയൽ ഞാൻ പറഞ്ഞുതരാം. #include iOS stream. ഓക്കെ, #include iOS stream. സ്ട്രീമിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്, ഞാൻ അടിച്ച തെറ്റാണ്, സോറി. സ്ട്രീം. ഓക്കെ, ഇതാണ് സ്പെല്ലിങ്. ഓക്കെ, യൂസിങ് നെയിം സ്പേസ് ആണ്. std സെമിക്കോളൻ ഇൻറ്റു മെയിൻ. ഇതാണ് നമ്മളുടെ C++ൻ്റെ ഹെഡർ ഫയൽ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞില്ല. ആ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. കാരണം റെക്കോർഡൊന്നും ആയില്ല. ദേഷ്യം വന്ന കരച്ചിലൊന്നും വന്നില്ല കേട്ടോ, എന്നാലും ഒരു സെഡ് ഫീലിംഗ് ആയി. അപ്പോൾ അതിൻ്റെ ഒരു ഡള്ളിലാണ് ഞാൻ ഇപ്പോൾ ഇരുന്ന് ഈ വീഡിയോ ഒന്നും കൂടെ എടുക്കുകയാണ്. അത്ര കഷ്ടപ്പെട്ട് ഞാൻ 3-4 പ്രോഗ്രാംസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. അത് റെക്കോർഡായില്ല. അതിപ്പോൾ എന്ത് ചെയ്യാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെന്തായാലും അടിച്ച് പൊളിയാം. അപ്പോൾ ഇതാണ് ഹെഡർ ഫയൽ. #include iOS stream using namespace std സെമിക്കോളൻ ഇൻറ്റ് മെയിൻ സർക്കിൾ ബ്രാക്കറ്റ്. ഓക്കെ, ഇതാണ് ഹെഡർ ഫയൽ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആദ്യത്തെ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നതാണ്. ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുമ്പം ഫൈൻഡ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്റ്റാങ്കിൾ. റൈറ്റ് എ C++ പ്രോഗ്രാം. ഓക്കെ, റൈറ്റ് എ C++ പ്രോഗ്രാം to find the area of a rectangle.
അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുകയാണ്. ഞാൻ ഹെഡർ ഫയൽ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോട്ടിൽ അത് കണക്ക് എഴുതുക. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല L/B. അപ്പോൾ നമ്മൾ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് സേവ് അടിക്കാം കേട്ടോ. ആദ്യമേ ഒന്ന് സേവ് ചെയ്യാം. ഞാൻ ഇവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് C++. നിങ്ങൾക്ക് ഇത്രയും ഞാൻ ചെയ്ത് വെച്ചേക്കെ ആയിരുന്നു, കാരണവശാൽ അത് പോയി. അപ്പോൾ നമുക്ക് ഇപ്പോൾ LB റെക്റ്റാങ്കിളിൻ്റെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ .cpp ഞാൻ പറഞ്ഞിട്ടുണ്ട്, .cpp ആണ് C++ൻ്റെ എക്സ്റ്റൻഷൻ. ഓക്കെ, സേവ് അടിക്കുമ്പോൾ കണ്ട കളറൊക്കെ മാറിയണ്ട. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുമ്പോൾ നമ്മൾ ഇൻറ്റിജർ മെമ്മറിയിലോട്ട് സേവ് ചെയ്യാൻ വേണ്ടി കുറച്ച് വാല്യൂസ് കൊടുക്കണ്ടേ. അപ്പം അതിന് നമ്മൾ മെമ്മറി റിസർവ് ആക്കാൻ വേണ്ടി കുറച്ച് കൊടുക്കാം. അപ്പം നമ്മൾ റെക്റ്റാങ്കിളിന് LB, അപ്പോൾ നമ്മൾ LB, B ആണേ. പിന്നെ ഏരിയയിലോട്ടല്ല ആൻസർ സേവ് ചെയ്യാനുള്ളത്. അപ്പം L/B, A = L/B. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് Cout എൻ്റർ, ഇതിടണം, കോമ ഇടണം, എൻ്റർ ലെങ്ത്. കാരണം നമ്മളിപ്പം ലെങ്ത് ബ്രെഡ്ത്ത്, എൻ്റർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുമ്പം ചിലവർ ഒത്തടിക്കും. അത് ചിലപ്പോൾ തെറ്റാവാനും ചാൻസ് ഉണ്ട്. തെറ്റാവാൻ ചാൻസ് ഇല്ല, കാരണം L/B, L കറക്റ്റായാലും ഏത് രണ്ടായാലും കറക്റ്റാണ്. പക്ഷേ ഞാൻ ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾക്കും ഇതിന് അപ്പുറം ചിന്തിച്ച് നല്ല വൃത്തിയ പ്രോഗ്രാംസ് എഴുതാം. പക്ഷേ പ്രോഗ്രാംസിൻ്റെ ഒരുപാട് ലൈൻസ് കൂടിയ നമ്മളുടെ മെമ്മറി യൂസേജും പ്രൊസസ്സറിൻ്റെയൊക്കെ എല്ലാം ഹൈ ആവും. അങ്ങനെ മനസ്സിലായില്ലേ, അങ്ങനെ സ്ലോ ആവും. അപ്പോൾ സ്ലോ ആവാതെ എങ്ങനെ സെറ്റാകാം, അത്രയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാനില്ല. ചെറുതായിട്ടൊരു സിമ്പിൾ കാര്യങ്ങൾ അത്രയൊക്കെയുള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ. പിന്നെ +2 HTML ഉണ്ട്, dbms ഉണ്ട്, MySQL ഉണ്ട്, ജാവയുണ്ട്. ജാവ ഈസ് പവർഫുൾ. ഓക്കെ, അപ്പോൾ എൻ്റർ ലെങ്ത് കുത്ത്, പിന്നെ ഒരു സാധനം, എന്നിട്ട് ക്ലോസ് സെമിക്കോളായിട്ട് ക്ലോസ് ചെയ്ത് ഇത് സേവ് ചെയ്യാൻ വേണ്ടി L/ലോട്ടെ ലെങ്താണ്, അതുകൊണ്ട് L/ലോട്ട് സേവ് ചെയ്യാം. പിന്നെ Cout എൻ്റർ ബ്രെഡ്ത്ത്. ഓക്കെ, എൻ്റർ ബ്രെഡ്ത്ത് C/B. ഓക്കെ, അത് കഴിഞ്ഞിട്ട് A = L/B. ഇവിടെ ഇൻറ്റു എന്ന് പറയുമ്പം നമ്മളുടെ ആസ്ട്രോമെൻ്റ് എന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. ആസ്ട്രോ അങ്ങനെ പറയണേ. ഓക്കെ, അങ്ങനെയാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ A = L/B. അപ്പോൾ L/B ചെയ്തിട്ട് Aയിലോട്ട് സ്റ്റോർ ആവും. ഇനി അത് കാണിക്കണം. Cout ഏരിയ = A. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. എന്നിട്ട് റിട്ടേൺ 0 ഇട്ട് കർലി ബ്രാക്കറ്റ് എവിടെയാണ് ഓപ്പൺ ആക്കി അവിടെ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ സേവ് ചെയ്ത് നേരത്തെ സേവ് ചെയ്തല്ലോ. ഓക്കെ, അത് കണക്ക് സേവ് ചെയ്യുക. ഇനി നമ്മൾ കമ്പൈൽ ചെയ്യാൻ പോവുകയാണ്. കമ്പൈൽ ചെയ്യുമ്പോൾ കണ്ട ഓക്കെ, ഇവിടെ iOS സ്ട്രീം ഉണ്ട്, അവിടെ സ്പെല്ലിങ് തെറ്റാണ്. iOS സ്ട്രീം ആറിടാൻ മറന്നുപോയി. iOS സ്ട്രീം ഓക്കെ, ഇനി നമ്മൾ ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. ബിൽഡിൽ കമ്പൈലിങ് ഫിനിഷ്ഡ്. ഇനി ബിൽഡ് ചെയ്യാൻ പോണ്. ബിൽഡ് ചെയ്തു, എക്സിക്യൂട്ടാക്കി. എൻ്റർ ലെങ്ത് ഞാൻ ഇപ്പോൾ ഒരു 10 കൊടുക്കുന്നു, ബ്രെഡ്ത്ത് ഞാനൊരു 5 കൊടുക്കുന്നു. കണ്ട, ഏരിയ = 50. ഇതാണ് C++. ഈസിയാണ്, പക്ഷേ ലോജിക്ക് വേണം, ഐഡിയ വേണം, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി അടുത്ത പ്രോഗ്രാം, സമയം കളയുന്നില്ല. ഇനി അടുത്ത എപ്പിസോഡ് ഇഫ് ലൂപ്പ് തുടങ്ങാൻ പോവുകയാണ്. ലൂപ്പെല്ലാം തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, സമയമില്ല. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കണ്ടേ. #include iOS stream using namespace std int main. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞില്ലല്ലോ. ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഫൈൻഡ് ഏരിയ ഓഫ് എ സർക്കിൾ. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. അത് ഞാൻ പറഞ്ഞുതരാം. സർക്കിളിൻ്റെ ഏരിയയുടെ ഫോർമുല എന്ന് പറയുമ്പം πr². πr² ആണേ. നമ്മൾ വോളിയം ഓഫ് സിലിണ്ടറും ഉണ്ട്,
അതിൽ പൈ ആർ സ്ക്വയർ എച്ച്. സർക്കിളിൻ്റെ അത് പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അപ്പോൾ നമ്മൾ ആർ സ്ക്വയർ എച്ച് അല്ല പൈ ആർ സ്ക്വയർ അത്രേ ഉള്ളൂ. അപ്പം ഇൻറ്റ് ആറ് പിന്നെ എ, കാരണം ഏരിയ വേണ്ടേ, ഏരിയ ഓഫ് എ സർക്കിളല്ലേ. അപ്പോൾ ഇൻറ്റ് ആറും എ വാല്യൂ എയിലോട്ട് സേവ് ആവാൻ വേണ്ടി. ഇല്ലെങ്കിൽ ഫ്ലോട്ട് എടുക്കാം. കാരണം എന്ന് പറയുമ്പം പൈ എന്ന് പറയുമ്പോൾ ഒരു ഡെസിമൽ വാല്യൂ ആണ്. ഈ ഡെസിമൽ വാല്യൂ സ്റ്റോർ ആവാൻ ഫ്ലോട്ടും, ഇൻറ്റിജർ വാല്യൂ എന്ന് പറയുമ്പോൾ ഒറ്റ സംഖ്യ 5, 10 ഒറ്റ സംഖ്യ അല്ല, അങ്ങനെ ഡെസിമൽ ഇല്ലാത്തതിനൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇൻറ്റിലും. അങ്ങനെയാണ് C++ ലൈബ്രറി സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഈ ലൈബ്രറി എന്ന് പറയുമ്പം ഹാഷ്ടാഗ് ഇൻക്ലൂഡ് IO സ്ട്രീം ഇല്ലേ. IO സ്ട്രീം എന്ന് പറയുമ്പോൾ ഒരു ലൈബ്രറിയാണ് അവരുണ്ടാക്കി വെച്ചേക്കുന്നത്. Cout, Cin അതെല്ലാം അവരുണ്ടാക്കി വെച്ചത്. ഇത് കണക്ക് വേറെ ഉണ്ട്, അത് ഞാൻ അങ്ങോട്ടുള്ള ക്ലാസ് വരുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, ഫ്ലോട്ട് അടിക്കുക. ഫ്ലോട്ട് എടുത്തിട്ട് 6, 7, പൈ ഈക്വൽ ടു 3.14 ഇതങ്ങ് കൊടുക്കുക. അപ്പോൾ പൈ നമ്മൾ ഇവിടെ ഇട്ട് ചെയ്യുമ്പോൾ A ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു R ഇൻറ്റു R, അല്ലാതെ അവിടെ 3.14 എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ കൊടുത്താൽ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇനി അടുത്ത Cout കൊടുക്കുക. Coutൽ എൻ്റർ റേഡിയസ്. ഓക്കെ, റേഡിയസാണ് നമുക്ക് വേണ്ടത്. ഒരു സ്പേസിന് വരെ ഇതിനൊരു വാല്യൂ ഉണ്ട് കേസ്. അപ്പം തെറ്റുമ്പം ആലോചിച്ചും കണ്ടിട്ടൊക്കെ തെറ്റിയ ഫുള്ള് തീരും. പിന്നെ നോക്കിയെടുക്കാൻ പാടാണ്, C++ അല്ലേ. ഓക്കെ, Cin സേവ് ചെയ്യാൻ പോവുകയാണ് ആറിലോട്ട്. ഇനി അടുത്തത് A ഈക്വൽ ടു പൈ ഇൻറ്റു R ഇൻറ്റു R. ഓക്കെ, ഇവിടെ ആയിട്ടുണ്ട്. ഇനി Cout ഏരിയ ഈക്വൽ ടു മറ്റേ സെമിക്കോള ഇതിടുക. ഇതിവിടെ ഇട്ടില്ല, ഇടുക. ഓക്കെ, ഇട്ടതിന് ശേഷം സെമിക്കോളൻ. സോറി, ഇത് തന്നെ സോറി, എനിക്ക് തെറ്റിപ്പോയി, രാത്രി ഉറക്കപ്പിച്ച്. ഓക്കെ, ഇതിട്ടിട്ട് സെമിക്കോള ഇടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊരു സാധനം ഉണ്ട് കേട്ടോ, കാരണം ഏരിയ നമുക്ക് കാണിക്കണ്ടേ. A ഇടുക, ഇതാണ് സാധനം. ഇനി റിട്ടേൺ 0, ബ്രേസസ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് Ctrl+S കൊടുത്ത് സേവ് ചെയ്യുക. പക്ഷേ Ctrl+Sന് പകരം ഫയലിൽ പോവുക, സേവാസ്. സേവാസ് C++ൽ നമ്മൾ ചെയ്യുന്നത് ഏരിയ ഓഫ് സർക്കിളിൻ്റെ ആണ്. അപ്പോൾ .cpp അടിക്കുക. ജസ്റ്റ് ഒന്ന് സേവ് ആവും. ജസ്റ്റ് ഒന്ന് ബിൽഡിൽ പോവുക, കമ്പൈൽ കൊടുക്കുക. ഇവിടെ കണ്ട എറർ വന്നെന്ന് പറയുമ്പോൾ റിട്ടേൺ 0. റിട്ടേൺ 0ക്ക് എന്താണ് എറർ പറ്റിയെന്ന് നോക്കട്ടെ. റിട്ടേൺ 0 ഇത് ഇട്ടതിൻ്റെ ആണോ എന്തോ. ബിൽഡ് കൊടുക്കുക, കമ്പൈൽ കൊടുക്കുക. ഓക്കെ, അത് തന്നെ. ആ ഒരു കുത്തും കോമയ്ക്ക് വരെ വാല്യൂ ഉണ്ട് ഗൈസ്. അപ്പം ശ്രദ്ധിച്ച് ചെയ്യുക. കമ്പൈൽ കൊടുക്കുക, ബിൽഡ് കൊടുക്കുക, എക്സിക്യൂട്ട് കൊടുക്കുക. എൻ്റർ റേഡിയസ്. ബ്ലാക്ക് സ്ക്രീനായ. ഓക്കെ, എൻ്റർ റേഡിയസ്. അതിൽ നമ്മൾ 6.5 കൊടുത്തു. ഏരിയ ഈക്വൽ ടു 132. ഇങ്ങനെയാണ് ഒരു ചെറിയൊരു പ്രോഗ്രാം C++ തുടക്കത്തിൽ നിങ്ങളെ സാറുമാർ പഠിപ്പിക്കുന്നത്. ഓക്കെ, വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അടുത്തതെന്ന് പറയുമ്പം ഞാൻ ഇത് മാറ്റുന്നില്ല. ഓക്കെ, ഹെഡർ ഫയൽ ഇതാണ്. ഹെഡർ ഫയൽ നിങ്ങൾ ഏത് ക്വസ്റ്റിന് വന്നാലും നിങ്ങളത് എഴുതിയേ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുമ്പോൾ വോളിയം ഓഫ് എ സിലിണ്ടറാണ്. ഫ്ലോട്ടിൽ തന്നെ കൊടുക്കാം. ഫ്ലോട്ട് 6 വേണം, H വേണം, പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ. പിന്നെ പൈ ഈക്വൽ ടു 3.14 വേണം, പൈ ആർ സ്ക്വയർ എച്ച്. ഇനി ഏരിയയും കൂടെ വേണം. ഇത്രയേ ഉള്ളൂ. Coutൽ നമ്മൾ ഇവിടെ റേഡിയസും ഹൈറ്റും വാങ്ങണം. അപ്പോൾ നമ്മൾ രണ്ടും രണ്ടായിട്ട് ഇടണം. എൻ്റർ ദി റേഡിയസ് Cin R, Cout എൻ്റർ ദി ഹൈറ്റ് Cin H. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം എൻ്റർ റേഡിയസ് ഇടുക, സാധനം ഇടുക, സെമിക്കോള ഇടുക, Cin ഇടുക, ആറിൽ പോവുക. എന്നിട്ട് Cout
ഓക്കെ, എൻ്റർ ദ ഹൈറ്റ്. എൻ്റർ ദി ഹൈറ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് സീൻ സേവ് ചെയ്യുക നമ്മളുടെ എച്ചിലോട്ട്. എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. എ ഈക്വൽ ടു പൈ ഇൻറ്റു ആർ ഇൻറ്റു എച്ച്. ഓക്കെ, ഇതാണ് നമ്മളെ സാധനം. എന്നിട്ട് സി ഔട്ട് ഏരിയ ഈക്വൽ ടു, മുമ്പിൽ സാധനം ഇട്ടില്ല അതുകൊണ്ടാണ് കളർ മാറാത്ത. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സെമിക്കോളൻ ഇടുക. റിട്ടേൺ 0 അടിക്കുക. എന്നിട്ട് കൺട്രോൾ ഷിഫ്റ്റ് എസിന് പകരം ഞാൻ ഇവിടെ സേവ് ആസ് തന്നെ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് മാറ്റി നമ്മൾ പേര് മാറ്റാൻ പോവുകയാണ്. വോൾ ഓഫ് സിലിണ്ടറിൻ്റെ ഓളയും കണ്ടുപിടിച്ചാണ്. .cpp ഇവിടെ ഉള്ളതുകൊണ്ട് .cpp. ഇനി നമ്മൾ ബിൽഡിൽ പോയിട്ട് കമ്പൈൽ ചെയ്യുക. കമ്പൈലിനേഷൻ ഇവിടെ എററുണ്ട് കേട്ടോ. എന്താണ് എററെന്ന് പറയുമ്പം കൺസിസ്റ്റ് കാർ. ഓക്കെ, ഇവിടെ ഒരു സാധനം ഇട്ടില്ല. മനസ്സിലായല്ലേ? ഇതിടാത്തതിനാണ് കുഴപ്പം പറ്റിയത്. ജസ്റ്റ് ഒന്ന് സേവ് അടിക്കുക. ഇല്ലേ ഏരിയ എന്ത് പറ്റി? ഇൻസേർട്ട്. ഓക്കെ, കൺട്രോൾ എസ് കൊടുക്കുക, ബിൽഡിൽ പോവുക, കമ്പൈൽ കൊടുക്കുക, ബിൽഡ് കൊടുക്കുക, എക്സിക്യൂട്ട് ചെയ്യുക. എൻ്റർ ദി റേഡിയസ് 2.2. ഓക്കെ, എൻ്റർ ദി ഹൈറ്റ് 5.9. കണ്ട, ഏരിയ ഈക്വൽ ടു 89.6658. ഗൈസ്, അപ്പം വോളിയം ഓഫ് സിലിണ്ടറും നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും സർക്കിളിൻ്റെ ഏരിയയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇത്ര ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത എപ്പിസോഡെന്ന് പറയുമ്പോൾ ഇഫ് ലൂപ്പാണ് കേട്ടോ. ഇഫ് ലൂപ്പിലോട്ടാണ് അടുത്ത നമ്മളെ എപ്പിസോഡ് 2 സെറ്റാക്കാൻ പോണത്. ഓരോ ആഴ്ച ഓരോരിക്കും വീഡിയോ വരുന്നത്, ഓരോ ആഴ്ച. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന എല്ലാ പിള്ളേർക്കും, നിങ്ങളുടെ ബെസ്റ്റി ആയാലും ഫ്രണ്ട്സ് ആയാലും ആർക്കായാലും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് അടിക്കുക, ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, എനിക്കിത്രേ പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.